ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ്, കുന്തൻ സ്റ്റോൺസ് സ്ക്വയർ ഷേപ്പ്, ആൻറ്റി ഗോൾഡൻ ബീഡ്സ് 2mm, പിന്നെ വീറ്റ് ബീഡ്സ് വൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ്, ബീഡ്സ്, സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർഡർ ചെയ്യാനായിട്ട് ഇൻസ്റ്റയിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി. ആദ്യം നമ്മുടെ പാറ്റേൺ വൈറ്റ് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഫാബ്രിക്കിലോട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഏതാണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് അതിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ 2 ലൈൻസും ഒരു റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ലീഫിന് പകരമാണ് കേട്ടോ നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. ആ ലൈൻസിൽ 3 ആന്റി ഗോൾഡൻ ബീഡ് വീതം ചെരിച്ച് തുന്നി കൊടുത്തിട്ടാണ് ലീഫിന്റെ പോർഷൻ ഫില്ല് ചെയ്തെടുക്കുന്നത്. താഴോട്ട് വരുന്ന പോലെയാണ് കേട്ടോ ബീഡ്സ് തുന്നി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ലൈനാണല്ലോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. 2ലും 3 ബീഡ്സ് വീതം 3 പ്രാവശ്യം തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഈ കംപ്ലീറ്റ് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് നോർമൽ നീഡിലും നോർമൽ ത്രെഡും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ലീഫും തുന്നിയെടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണേൽ ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ്. ഞാനിപ്പോൾ B7000ന്റെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നോർമൽ ഫാബ്രിക് ഗ്ലൂവും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ അടുത്ത സെറ്റും ചെയ്തെടുക്കാണ്. ഇങ്ങനെ ഈ നെക്ക് ലൈനിൽ എത്ര എണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്തെടുക്കാണ്. ആദ്യം നേരെ മുകളിലോട്ടായിട്ട് ഒരു വീറ്റ് ബീഡും ഒരു ഗോൾഡൻ ബീഡും കൂടി തുന്നിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ സൈഡിലോട്ട് 2 എണ്ണം തുന്നിയെടുക്കണം. അടുത്തടുത്തായിട്ടാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാനെടുത്ത സെയിം ബീഡ്സ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളറാണോ മാച്ച് ആവണേ ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടും 2 എണ്ണം തുന്നിയെടുക്കണം. അങ്ങനെ ടോട്ടൽ 5 എണ്ണമാണ് നമ്മളിവിടെ തുന്നിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡിയായി. എങ്ങനെയാ ചെയ്യണേന്നുള്ളത് കണ്ടു നോക്കാം. ഇപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് ലൈനിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഓരോ കട്ട് ബീഡ് വീതം തുന്നിയെടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്.
കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ.